മച്ചാന്മാരെ, എല്ലാവർക്കും AR ഗൈഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ 4 വണ്ടിയുടെയും ഒരു ഡീറ്റെയിൽ റിവ്യൂ വരുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ റിവ്യൂ എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. റിവ്യൂ എന്ന് പറയുമ്പോൾ 4 വണ്ടിയില്ല, 3 ഉള്ളൂ. ചിന്നാടിന് അപ്ഡേഷൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ആദ്യം കുരുക്ഷേത്രയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുരുക്ഷേത്രയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ മച്ചാന്മാർ, ഫസ്റ്റ് തന്നെ നമ്മുടെ ബോണറ്റിൽ കില്ലർ ഓഫ് ബോംബെ എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നമ്മൾ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീടാണെങ്കിൽ എഡിഷൻ നെയിം കുരുക്ഷേത്ര എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. പിന്നെ ആണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് നെയിം AR ഗാരേജ് എന്നുള്ള ബ്രാൻഡ് നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ റിബണും എല്ലാം കിട്ടിയതാണ്. പിന്നെ 8 ടോപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ മച്ചാന്മാർ, ഈ സൈഡിലേക്ക് വന്നാൽ കളർ കോഡ് രൂപത്തിലൊന്നും കൊടുത്തിട്ടില്ല. AR ഗാരേജ് എന്നുള്ള നമ്മുടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റേ പർപ്പിൾ യെല്ലോ കളറൊന്നും കൊടുത്തിട്ടില്ല. ബാക്കിലാണെങ്കിൽ നമ്മുടെ കുരുക്ഷേത്ര എന്നുള്ള എഡിഷൻ നെയിം കൊടുത്തിട്ടുണ്ട് ടോപ്പിലായിട്ട്. സൈഡ് നമ്മൾ കളർ കോഡൊന്നും അടിച്ചിട്ടില്ല, അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത്രയൊക്കെയാണ് നമ്മുടെ പുറത്തേത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ കാണാം. അതിനായിട്ട് ഞാനിങ്ങനെ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ക്യാബിനിലോട്ടാണ് ആദ്യം വരുന്നത്. ക്യാബിൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നല്ല ഡാഷ്ബോർഡൊക്കെ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും അടിപൊളിയാണ്. പിന്നെ മച്ചാന്മാരെ, അകത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉള്ളത് നമ്മുടെ കുരുക്ഷേത്രയാണ്. AR ഗാരേജിൽ ഏറ്റവും കൂടുതൽ ലൈറ്റുള്ള വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കുരുക്ഷേത്രയാണ്. ഇത് ട്രാവലേറ്റേഴ്സിൻ്റെ മോഡാണ്, TVZൻ്റെ V3 മോഡാണ്. അതുകൊണ്ട് ഏറ്റവും ബാക്കിൽ അവരുടെ ട്രാവലേറ്റേഴ്സ് എന്നുള്ള ആ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിലും എല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ TV ഇവിടെ അടിപൊളിയായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ഗ്രേ കളറ്. പിന്നെ BS4 സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ മച്ചാന്മാർ, ഇത്രയൊക്കെയാണ് നമ്മുടെ കുരുക്ഷേത്രം. അടുത്ത് നമുക്ക് ഏകഛത്രാധിപതിയാണ്. അപ്പോൾ മച്ചാന്മാർ, ഏകഛത്രാധിപതിയുടെ വന്നിട്ടുണ്ട് നമ്മൾ. ഇനി അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നോക്കാം. അപ്പോൾ മച്ചാന്മാർ, ഏകഛത്രാധിപതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോണറ്റിൽ തന്നെ നിവേദ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. നിവേദ് നമ്മുടെ ചെറുക്കനാണ്, നമ്മുടെ കൂട്ടുകാരൻ ചെറുക്കനാണ്. പിന്നെ നമ്മുടെ ബ്രാൻഡ് നെയിം AR ഗാരേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിയോൺ ലൈറ്റൊക്കെയാണ് ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഉള്ളത്. പിന്നെ ഉള്ളത് സൈഡിലാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. സൈഡിൽ കളർ കോഡൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നിവേദിക മറ്റൊരു ഇതുണ്ടല്ലോ, ഭവനി നിവേദികയോ, എനിക്ക് കൃത്യമായിട്ടുള്ള ആ ഫസ്റ്റിലത്തെ അതറിയത്തില്ല, എന്തായാലും അങ്ങനെയാണ്. ബാക്കിൽ നിവേദിക ഹോളിഡേയ്സ്, അയിരൂർ, പുല്ലാട്, തടിയൂർ, പിന്നെ നമ്മുടെ കോണ്ടാക്ട് നമ്പറും. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഏകഛത്രാധിപതി എന്നുള്ള നമ്മുടെ എഡിഷനെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡും കളർ കോഡാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വെളിയിലെത്തി. ഇനി നമുക്ക് ഇൻറ്റീരിയറിലോട്ട് പോവാം. ഇവിടെ ഇത്ര ഇതായിട്ട് കാണാൻ പറ്റുമോ അറിയത്തില്ല, സ്ഥലം ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇച്ചിരി സ്ഥലമുള്ളിടത്ത് നമുക്ക് നോക്കാം. അപ്പോൾ മച്ചാന്മാർ, ക്യാബിൻ നമ്മൾ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നിയോൺ ലൈറ്റ് പോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ അടിപൊളിയാണ്. പിന്നെ ലൈറ്റ് കുറവാണ് അകത്ത്, എന്ന് വെച്ചാൽ നമ്മുടെ വലിയ സ്മോക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല, ലൈറ്റുകളൊക്കെ കുറവാണ്. പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ ലൈറ്റൊക്കെയാണ് ഉള്ളത്. പിന്നെ TV ഒക്കെ ഉണ്ട്. TVയിൽ നമ്മുടെ കൊമ്പൻ അതോ ലോഗൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെക്കൻ BS3 സ്റ്റിയറിംഗ് ആണ് ഗൈസ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഏകഛത്രാധിപതി വിശേഷങ്ങൾ. അടുത്ത് കാർലോ കാണാം. അപ്പോൾ മച്ചാന്മാർ, നമ്മൾ കാർലോയുടെ അടുത്ത് വന്നിട്ടുണ്ട്. കാർലോയുടെ അടുത്ത് വന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാർലോയുടെ വിശേഷങ്ങൾ നോക്കാം. കാർലോയുടെ ബോണറ്റിൽ നമ്മൾ സ്ട്രേഞ്ച് ബോയ് ഓഫ് ബോംബെ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ AR ഗാരേജ് ബ്രാൻഡ് നെയിം ഫിക്സലാണ്. പിന്നെ ഇപ്പോഴത്തെ സൈഡ് കളർ കോഡാണ്. പിന്നെ അത്രയും മുകളിൽ അങ്ങനെയൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. വീൽ കപ്പ് ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും വലുതായിട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴത്തെ സൈഡും കളർ കോഡ് ഗ്രീൻ കളർ വീൽ കപ്പ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വെളിയിലെത്തേത്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് അകത്തായിരുന്നു ഇനി വരാനുള്ളത്.
എന്തായാലും ഇനി അകത്തോട്ട് കയറി നമുക്ക് നോക്കാം. അപ്പോൾ അത് വൈപ്പറൊക്കെ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ വെച്ചാൽ ഇതാ ക്യാബിൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ആ അകത്തോട്ട് കയറുന്ന ആ ഡോറിൻ്റെ അവിടെ ഒരു ട്രീ ഒക്കെ വരച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബിൻ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അകത്തോട്ട് കയറുമ്പോഴും ലൈറ്റുണ്ട്. നമ്മുടെ AR ഗാരേജിലെ വണ്ടികളിൽ ലൈറ്റ് ഉള്ളത്, അത്യാവശ്യം ലൈറ്റ് ഉള്ളത് നമ്മുടെ കുരുക്ഷേത്രയ്ക്കും കാർലോയ്ക്കുമാണ് അത്യാവശ്യം ലൈറ്റ് വന്നിരിക്കുന്നത്. ചിന്നാടന് അത്ര വലിയ ലൈറ്റ് ഇല്ല. പിന്നെ ഏകേത്രാധിപതിക്കാണ് ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ കുരുക്ഷേത്രയ്ക്കാണ്. ഇത് രണ്ടും ട്രാവലേറ്റേഴ്സിൻ്റെ മോഡാണ്. ഇപ്പോൾ ഇതാ ഇവിടെ യൂട്യൂബൊക്കെ ഉണ്ട്. ഇത്ര പോകുമ്പോൾ നമുക്ക് യൂട്യൂബൊക്കെ കാണാം. ഇതും BS3 സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ ഇതാ കിളി നിൽക്കുന്ന ഭാഗത്തൊക്കെയാണ് നമ്മളിതാ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അച്ചാമ്മൽ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാർലോയുടെയും വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്നാടൻ അപ്ഡേഷൻ ഇതൊക്കെയാണ്. അപ്പോൾ അവൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഡീറ്റെയിൽ റിവ്യൂ അവൻ്റെ തനിച്ച് വരുന്നുണ്ട്. ഒരു മാരക അപ്ഡേഷൻ ആയിരിക്കും ചിന്നാടൻ്റേത്. അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ റിവ്യൂ വരും. നമ്മൾ തംബ്നെയിൽ ഇടാനുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നത്. ചിന്നാടനൊരു മാരക അപ്ഡേഷൻ ആയിരിക്കും. ചിന്നാടൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെ വരും. സെറ്റ് വർക്ക് ചെയ്തതും പെയിൻറ് വർക്കിന് കൊണ്ടുപോകുന്നതും സ്റ്റിക്കർ വർക്കിന് കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ വീഡിയോ പാർട്ടുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അച്ചാമ്മലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.